അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തൃശൂർ. ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി. എന്നാൽ സുരേഷ് ഗോപി ഓരോ ഡയലോഗ് അടിച്ചങ്ങ് കളം നിറയുകയാണ്. എന്താണ് ഈ മനുഷ്യൻ ഇത്ര കോൺഫിഡൻസ് എന്ന് തല പുകയ്ക്കുകയാണ് മലയാളികൾ. കാരണം ഇത്രയേറെ ട്രോളുകളും പൊങ്കാലകളും ഏറ്റുവാങ്ങിയ വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. കുറെ കാലമായിട്ട് മൂപ്പര് തൃശൂർ എടുക്കാൻ നടക്കുകയാണ്. പക്ഷെ ഇത്തവണ മൂപ്പര് അതിഗംഭീര കോൺഫിഡൻസിലാണ്. ക്രോസ് വോട്ടിംഗ് ഉണ്ടായാൽ തിരിച്ചടി ആകില്ലെന്ന് തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഉറപ്പിച്ചു പറയുകയാണ്. ഈശ്വര വിശ്വാസിയാണ്, യാതൊരു വ്യാകുലതയും ഇല്ലെന്നും അദ്ദേഹം പറയുന്നു. വിശ്വാസത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ നമ്മൾ വരുന്നില്ല. എങ്കിലും ഇവിടെ ദൈവമല്ല, ജനങ്ങളാണ് വിധി എഴുതുന്നതെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ചൂണ്ടുവിരലിൽ മഷി പുരളുന്ന ആ ഒരു ദിവസം മാത്രമാണ് ജനങ്ങൾ രാജാവ്. അല്ലാത്തപ്പോഴൊക്കെ ജനാധിപത്യം എന്ന മുഖം മൂടിയിട്ട് ജനങ്ങളുടെ മേൽ ആധിപത്യം നടത്തുന്ന രാഷ്ട്രീയക്കാരാണ് ഉള്ളത്. ഇക്കുറി തൃശൂർ താൻ എടുക്കുമെന്ന വല്ലാത്ത കോൺഫിഡൻസ് ആണ് സുരേഷ് ഗോപി കാണിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? CPMകാർ ജയിപ്പിക്കുമെന്ന വിശ്വാസമാണോ എന്ന് പരിഹാസങ്ങളൊക്കെ വരുന്നുണ്ട്. സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ MP ആകാനാണ് വന്നത്. ഒരു മന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം പാർട്ടിയിൽ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് വരെയെങ്കിലും എനിക്ക് ഇളവ് തരണമെന്ന് ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിനിമയും ചെയ്യണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കണം. പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതിന്റെ 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. ചൊൽപ്പടി എന്നത് ജനങ്ങളുടെ ചൊൽപ്പടിയാണ്, എൻ്റെ വോട്ടർമാരുടെ ചൊൽപ്പടിയാണെന്നും സുരേഷ് ഗോപി പറയുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ അണികളെയും എല്ലാവരെയും കോരിത്തരിപ്പിക്കുന്ന ഡയലോഗുകളും ഒക്കെ ആയിട്ട് കളം നിറയുകയാണ് സുരേഷ് ഗോപി. ഇത് മാത്രമല്ല, സുരേഷ് ഗോപി എന്ന വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പല കാര്യങ്ങളും പലർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും നമുക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചെന്ന് വരില്ല. പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും നിലപാടുകളും ഒക്കെ അതിര് കടന്നു പോകാറുമുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കൂടെ നിൽക്കുന്നവർ പോലും പണി വെക്കുന്നുണ്ട് സുരേഷ് ഗോപിക്ക്. സുരേഷ് ഗോപിയെ വളരാൻ ശരിക്കും അനുവദിക്കാത്തത് BJPക്കാർ തന്നെയാണ്. K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സുരേഷ് ഗോപി വളർന്നു വരുന്നതിൽ വലിയ അമർഷമുണ്ട്. കാരണം തങ്ങളുടെ കസേരയ്ക്ക് ഇളക്കം തട്ടുമോ എന്നുള്ള ഭയമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞ് ഇവരാരും സുരേഷ് ഗോപിയെ പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. തൃശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ തുടങ്ങിയ വിവാദം. ഇന്നും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നതേയില്ല. ഒരു നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി നിങ്ങൾ ഓക്കെയാണ്, എന്നാൽ ഒരു രാഷ്ട്രീയക്കാരന്റെ കുപ്പായം നിങ്ങൾക്ക് ചേരില്ല എന്നാണ് മലയാളികളുടെയും ഉപദേശം. പലപ്പോഴും സിനിമാ രംഗങ്ങളെ ഓർമ്മിപ്പിക്കും വിധമാണ് സുരേഷ് ഗോപിയുടെ പെരുമാറ്റങ്ങളൊക്കെ. പഞ്ച് ഡയലോഗ് പറഞ്ഞും പ്രത്യേക ആക്ഷനുകൾ കാണിച്ചും വിവാദം കൊഴുപ്പിച്ചു സുരേഷ് ഗോപി പലപ്പോഴും. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാൻ കേന്ദ്രം ഒന്നടങ്കം ആഞ്ഞു പിടിച്ചിട്ടുണ്ട്. കരുവന്നൂർ ട്വിസ്റ്റും മാസപ്പടിയിൽ ഇടയ്ക്ക് കൊണ്ടുവന്ന ട്വിസ്റ്റും എല്ലാം കേന്ദ്രം അതിനുവേണ്ടി കാത്തുവെച്ചത് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും വന്ന് പഞ്ച് ഡയലോഗുകൾ കൊണ്ട് കളം നിറയുകയാണ് സുരേഷ് ഗോപി. അതിശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ 3 മുന്നണികളും പ്രതീക്ഷയിലാണ്. ജയം ഉറപ്പാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി K. മുരളീധരൻ പറയുമ്പോൾ എല്ലാം ദൈവം കാത്തുകൊള്ളുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സംഘടനാ കരുത്തിൽ വിജയമാണ് CPIയുടെ സുനിൽകുമാറിന്റെ പ്രതീക്ഷ. എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നാണ് സുനിൽകുമാറും പറയുന്നത്. ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിയായെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. പാർട്ടി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം ഇരട്ടിക്കുകയാണ് ചെയ്തത്. നമുക്കല്ലല്ലോ പ്രധാനം, ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ച് കഴിഞ്ഞു. അത് പെട്ടിക്കുള്ളിലുണ്ട്. ജൂൺ 4 വരട്ടെ. അന്ന് വരെ പലതരത്തിലുള്ള ട്രോളുകളും സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുവരെ കാത്തിരിക്കാം. ഇതായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഞാൻ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ്. എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ട്. ദൈവം കാത്തോളും. ക്രോസ് വോട്ടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും ഒരു ബോധമുണ്ട്. 2019 അവർക്കത് മനസ്സിലായി, സുരേഷ് ഗോപി പറഞ്ഞു.
ഇതിനിടെ തൃശൂർ മണ്ഡലത്തിൽ CPM BJPക്ക് ക്രോസ് വോട്ട് ചെയ്തെന്ന ആരോപണവുമായി UDF സ്ഥാനാർത്ഥി K മുരളീധരൻ രംഗത്ത് വന്നത് മറ്റൊരു വിവാദത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. തൃശൂർ നഗരത്തിൽ വോട്ട് ചോർന്നിട്ടുണ്ട്. BJP രണ്ടാം സ്ഥാനത്ത് വന്നാൽ ഉത്തരവാദി മുഖ്യമന്ത്രിയായിരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്.